ഹായ് ഫ്രണ്ട്സ്, ഹഫ്സാസ് കിച്ചൺ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജിയ. ഇന്നൊരു വെറൈറ്റി ഡ്രിങ്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ വേനൽക്കാലത്ത് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന തണ്ണിമത്തൻ ജ്യൂസാണ്. ഇത് എങ്ങനെ നമുക്ക് വെറൈറ്റി ടേസ്റ്റിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ അതിലുള്ള കുരു എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ മാറ്റിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് കുരുവോടുകൂടി തന്നെ നമ്മൾ കട്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ പകുതിയും വേസ്റ്റാക്കി അത് കഴിക്കാതെ പകുതി ബാക്കി വെച്ചിട്ടൊക്കെ പോകലുണ്ട്. നമ്മൾ ഇതിലത്തെ കുരു എല്ലാം മാറ്റി കൊടുക്കുകയാണെങ്കിൽ അവരും ഇഷ്ടപ്പെട്ട് ഇത് ഒന്നുകൂടെ കൂടുതൽ കഴിക്കും. ഇത് കുരു മാറ്റാൻ വളരെ എളുപ്പമാണ്. സെൻറ്ററിൽ കുരു കുറവായിരിക്കും. ശേഷം നമ്മൾ ഓരോ പാർട്ടായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ കുരു മാറ്റുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കുരു മാറ്റി കൊടുക്കാൻ പറ്റും. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ലെയറായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കുരു അടുക്കി വെച്ച പോലെയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ ആ ഭാഗം മാത്രം ഒന്ന് എടുത്തു കളഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് ഈ ജ്യൂസ് എന്ന് പറഞ്ഞാൽ തന്നെ ആകെ ബുദ്ധിമുട്ടായി തോന്നുന്നത് ഈ കുരുവാണ്. അത് ഇടയ്ക്കിടയ്ക്ക് അത് കടിക്കുമ്പോൾ അത് അവർ മുഴുങ്ങിയിട്ടും അതിൻ്റെ ആ ജ്യൂസിൻ്റെ ടേസ്റ്റ് തന്നെ അവർക്ക് പോയി കിട്ടും. നമ്മൾ ഇതുപോലെ ഇത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട് ഇത് കുടിക്കും. ഈ 2 ലെയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ കുരു ഇതുപോലെ നമുക്കൊന്ന് കത്തിയോണ്ട് ഇങ്ങനെ തോണ്ടിയെടുത്താൽ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ശേഷം നമ്മളത് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്താൽ മതി. ഇതിലത്തെ കുരു എപ്പോഴും ലെയറായിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ അത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ ഒന്നിച്ചതിങ്ങനെ കത്തി കൊണ്ട് വരയ്ക്കുമ്പോഴൊക്കെയാണ് നമുക്ക് കുരു എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആ ജ്യൂസ് വേറിട്ട് കിട്ടാതെ നല്ല ബുദ്ധിമുട്ടായി തോന്നുക. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് കിട്ടും. നിങ്ങളെല്ലാവരും ഇനി തണ്ണിമത്തം മുറിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് വൃത്തിയായി കിട്ടും. ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. കുരുവൊക്കെ മാറ്റിയതിന് ശേഷം ആ താഴെ ഭാഗമൊക്കെ കുരു തീരെ ഉണ്ടാവില്ല. അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിതിൽ ഒരു വെറൈറ്റി കാണിക്കുന്നത് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് ജ്യൂസാക്കി കുടിക്കുന്നതാണ്. ഞാനിത് ഒരു കപ്പോളം മിക്സിയിലിട്ട് അതിൽ ഐസ് ക്യൂബ്സും ചേർത്ത് പഞ്ചസാരയും ചേർത്ത് ഒന്ന് തിരിപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായി ജ്യൂസ് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിരിപ്പിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ കുടിക്കാൻ കൊടുക്കാൻ ഇത് വളരെ എളുപ്പമായിട്ട് കുടിക്കാൻ പറ്റും. ഇത് നമ്മൾ സാധാരണ സ്പൂണിട്ട് കുത്തി കഴിക്കുന്നതിൻ്റെക്കാളും ചെറുതായിട്ടൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഇനി നെക്സ്റ്റ് വെറൈറ്റി കാണിക്കുന്നത് ഞാനൊരു ഗ്ലാസ്സിൽ അല്പം പഞ്ചസാര ചേർത്ത് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ച തണ്ണിമത്തൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൽ കുറച്ച് ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെന്നൊന്നുമില്ല. നമ്മൾ വെറുതെ കുത്തിയാൽ തന്നെ അത് വെള്ളം വേറെയായിട്ട് നമുക്ക് കിട്ടും. ഈ തണ്ണിമത്തൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇനി അതിലോട്ട് ചേർത്തുന്നത് 2 ടീസ്പൂൺ ഐസ്ക്രീമാണ്. പക്ഷെ അത് ചേർത്തണം നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് ഉള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഐസ്ക്രീം ചേർത്തിട്ടുള്ളത്. ഐസ്ക്രീം അല്ലാതെ തന്നെ തേങ്ങാപ്പാൽ മാത്രമായി തന്നെ വളരെ ടേസ്റ്റുള്ളൊരു ജ്യൂസായിരുന്നത്. ഞാൻ ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഐസ്ക്രീം ചേർത്തത്. അതിൻ്റെ മേലെ തണ്ണിമത്തൻ കൂടെ ചേർത്ത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. ഇത് കണ്ടില്ലേ, വെറൈറ്റി ആയിട്ടുള്ള 3 തരത്തിലുള്ള തണ്ണിമത്തൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ വെറൈറ്റി ആയിട്ടുള്ള തണ്ണിമത്തൻ ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സ്റ്റേ ബ്ലെസ്ഡ്.